ഇന്ന് നമ്മൾ ബലൂൺ കൊണ്ടുള്ളൊരു DIY ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടൊരു നീല ബലൂണും ഈ ഒരു ഫെവിക്കോൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വേറൊരു സാധനം കൂടി നമുക്ക് യൂസ് ചെയ്യണം. ടിഷ്യൂ പേപ്പർ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ആ പീസാക്കി വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ ബലൂണിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച ഫെവിക്കോൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്നോ രണ്ടോ ലെയറൊക്കെ ഈ ഒരു ബലൂണിന് മുകളിൽ വരുന്ന രീതിയിൽ അത്യാവശ്യം തിക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്ന് ബലൂൺ റിമൂവ് ചെയ്യേണ്ട ഒരു കാര്യം. ഇത് നല്ലപോലെ ഡ്രൈ ആവാൻ ശ്രദ്ധിക്കണം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 നൈറ്റ് തന്നെ ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈ ആയതിനു ശേഷം അതിൽ നിന്ന് ബലൂൺ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബലൂൺ അതിന് റിമൂവ് ചെയ്തപ്പോൾ ഈ ഒരു സംഭവമാണ് എനിക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു പെയിൻറ്റിൻ്റെ ബോട്ടിൽ കിട്ടിയത്. ഓക്കെ, പെയിൻ്റ് എങ്കിൽ പെയിൻ്റ് എന്ന് പറഞ്ഞ് ഇതിലേക്ക് അടിച്ചു കൊടുക്കാൻ തുടങ്ങി. ഓൾമോസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ തീരുന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ തുടങ്ങി ഇത് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-12 മിനിറ്റ് എടുത്തു. എന്നാലും കുഴപ്പമില്ല കേട്ടോ, സംഭവം ഇതിൻ്റെ റിസൾട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു പെയിൻറ്റ് മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ആകെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ തനിയെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്ര ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ പൂവൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത് കണ്ടത്. എനിക്ക് ശരി പൂവ് പറിക്കാമെന്ന് കരുതി പൂവും പറിച്ചു അതിലേക്ക് വേഗം തന്നെ കൊണ്ടുവന്ന് ഇടുകയും ചെയ്തു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ